നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ ആവാക്ഷൻ. സോ ഞാൻ ഇന്ന് നമ്മുടെ ജിൻഡോ ബോഡി ക്രാഫ്റ്റിലാണ്. സോ ഇതാണ് നമ്മുടെ ജിൻഡോ ബ്രോ. അപ്പൊ എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പേഴ്സണൽ ട്രെയിനറിന്റെ ഹെൽപ്പ്. ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ബിഗ് ബോസ് സീസൺ 6 ജിൻഡോ എന്ന മത്സരാർത്ഥിയെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. ജിൻഡോ ഇന്നിപ്പോൾ അവർ കഴിഞ്ഞ ആഴ്ച ഒത്തിരി മണ്ടത്തരം പറഞ്ഞിട്ടുണ്ട്. കാരണം യമുനയോട് ബോഡി ഷോ കാണിക്കാനും യമുന പറഞ്ഞപ്പോൾ ബോഡി ഷോ കാണിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ബാത്റൂമിലോട്ട് വാ എന്നൊക്കെ പറഞ്ഞ് മണ്ടത്തരങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഒന്നിലധികം മണ്ടത്തരം പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ വരുന്ന വീക്കെൻഡിൽ ഇവർ ഓരോ അവാർഡ് കൊടുത്തപ്പം നമ്മുടെ മല്ലയ്യ ജിൻഡോയ്ക്ക് കൊടുത്ത അവാർഡ് എന്താണെന്ന് ചോദിച്ചാൽ മണ്ടൻ എന്ന അവാർഡാണ്. പക്ഷേങ്കിൽ ഒരാഴ്ച കൊണ്ട് കഥയാകെ മാറി മറിഞ്ഞ് മണ്ടൻ കയറി രാജാവായി എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇപ്പം പുള്ളിയുടെ ആ ഒരു മാറ്റം കണ്ട് ഹൗസിലുള്ള ഓരോരുത്തരും ഇവർ ഇന്ന് വരെ കരുതി വെച്ചിരുന്ന ഒരു മണ്ടനാണ്, ആ മണ്ടനായതിൻ്റെ പേര് പുറത്ത് ചിലപ്പം ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് സിജോയൊക്കെ തള്ളുന്നുണ്ടായിരുന്നു. അപ്പം ഇന്നിപ്പോൾ എല്ലാവരുടെ അഭിപ്രായം മാറി. കാരണം ഗെയിമിലൊക്കെ പുള്ളി നല്ല ആക്റ്റീവായിട്ട് പോകുന്നു. പിന്നെ അതിലുപരിയായിട്ട് ഇവർക്ക് മനസ്സിലായി എല്ലാ 3 റൂമാണല്ലോ ഉള്ളത്, 4 റൂം, അതിലെല്ലാവരുമായിട്ടും പുള്ളി മിങ്കിൾ ചെയ്ത് പോകും. അതുപോലെ കുറുക്കി കൊള്ളുന്ന മറുപടിയൊക്കെ പറയും. ഇന്നാണ് ശരണ്യ ടീച്ചറായിട്ട് വന്നപ്പോൾ, കുട്ടിയായിട്ട് വന്നപ്പോൾ ടീച്ചറായിട്ട് ശരണ്യ വന്ന് ഷൈൻ ചെയ്ത് പോയി കഴിഞ്ഞ് പിന്നെ ജിൻഡോ ടീച്ചറായിട്ട് വരുന്നു. അപ്പോൾ ശരണ്യാണ് ഏറ്റവും മോശം കുട്ടിയെന്ന് പറഞ്ഞു. പിന്നെ ശരണ്യ പുറകെ നടക്കുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആലോചിച്ചാണ് ഓരോ കാര്യങ്ങളും ജിൻഡോ ചെയ്യുന്നത്. അതിലുപരിയായിട്ട് ഇന്ന് ഗബ്രി അൺപ്രെഡിക്റ്റബിൾ ആണ് ഈ പുള്ളി, അതായത് ജിൻഡോ എന്നൊരു വാക്ക് ഗബ്രി പറഞ്ഞു വിടുന്നുണ്ട്. രണ്ടാമത് സിജോ പറയുന്ന ഒരു കാര്യമുണ്ട്, 20, 50, 100 ഇങ്ങനെ ഓരോ ദിവസങ്ങളിൽ ബിഗ് ബോസിൽ എങ്ങനെ നിൽക്കണം എന്ന് മനസ്സിലാക്കി എഴുതി കൂട്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഈ പുള്ളി. അതേപോലെ ഈ പുള്ളിക്ക് ആരോ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് ഈ ബിഗ് ബോസിൽ എങ്ങനെയാണ് നിൽക്കേണ്ടത് എന്നൊക്കെ ഇവരെ പറയും. അതായത് ടോട്ടലി ഇന്നത്തെ ചർച്ച മൊത്തം തന്നെ ഈ പൊട്ടനെ പറ്റിക്കാം എന്നൊരു വിചാരത്തിൽ കഴിഞ്ഞ ആഴ്ച ഇരുന്ന ഒരു മുഴുവൻ മലക്കം മറിഞ്ഞ് ഇപ്പം അഭിപ്രായമേ മാറി സൂക്ഷിക്കേണ്ട വ്യക്തിയാണ് എന്നുള്ള രീതിക്കായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നോക്കിയിട്ട്, നമുക്ക് പുറമേ നോക്കുന്നേ അറിയത്തുള്ളൂ, എനിക്ക് നോക്കിയിട്ട് അയാളൊരു നിഷ്കളങ്കനായ നിഷ്കു തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന പോലെ ബിഗ് ബോസ് ചിലപ്പോൾ പഠിച്ചിട്ടായിരിക്കാം വന്നിരിക്കുന്നത്, പറയാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ഡോക്ടർ റോബിൻ്റെ പേഴ്സണൽ ട്രെയിനറാണെന്ന് പറഞ്ഞുള്ള പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, അങ്ങനത്തെ കുറേ റീൽസൊക്കെ ഡോക്ടർ ഇട്ടിട്ടുണ്ട്. പിന്നെ ശരണ്യ എന്ന് പറയുന്നുണ്ട്, ശരണ്യം കണ്ടിട്ടുണ്ടെന്ന് ജിമ്മിൽ വെച്ച് ഒരു ദിവസം അങ്ങാണ്ടേ കണ്ടുള്ളൂ, പിന്നെ മടിയനാണ്, പിന്നെ കണ്ടില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ജിൻഡോ ബിഗ് ബോസിനെ പറ്റി ചിലപ്പോൾ ഡോക്ടർ റോബിൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ നമുക്കറിയില്ല. പറഞ്ഞു കൊടുത്താലും ഈ ബിഗ് ബോസിൽ പോകുന്നത് വലിയ കാര്യമില്ല കേട്ടോ. കാരണം അത്രയും പറഞ്ഞു കൊടുത്ത് അത്രയും ട്രെയിനിങ് കഴിഞ്ഞ് പോയ ആളാണ് ജാസ്മിൻ എന്ന് പറയുന്നേക്കാം, ബിഗ് ബോസ് മുഴുവൻ കണ്ട്. എന്നിട്ട് ജാസ്മിൻ കാണിച്ച എത്ര മണ്ടത്ര ഈ അടുത്ത ആരും കാണിച്ചിട്ടില്ല. ഇന്ന് ഹൗസിനുള്ളിൽ ഓരോ മത്സരാർത്ഥികളെ കുറിച്ചും യമുനയോട് അഭിപ്രായം ചോദിക്കുമ്പം റിയലും ഫേക്കുമായിട്ട് നിന്ന് ഓരോരുത്തരുടെയും പേര് കറക്റ്റായിട്ടാണ് യമുന എന്ന് പറയുന്നത്. അപ്പം ജാസ്മിനെ പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞ എന്താണെന്നറിയാം, ജാസ്മിനും ഗബ്രിയൊക്കെ പെട്ടെന്ന് ഔട്ടാകാനുള്ളവരാണ്, അവർ കാണിക്കുന്നതെല്ലാം മണ്ടത്തരമാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ബാക്കി എല്ലാവരെ പറ്റിയും പറഞ്ഞ റിയലായിട്ട് നിൽക്കുന്ന റസ്മിൻ ബായ് റിയലാണ്, ജിൻഡോ റിയലാണ്, അങ്ങനെ ഓരോരുത്തരെയും റിയലും ഫേക്കുമായിട്ടുള്ള ആരാന്നുള്ള രീതി പറയുന്നുണ്ട്. യമുനയുടെ ആ ഒരു കാഴ്ചപ്പാട്, പിന്നെ ശരണ്യം പറയുന്നു, അതെല്ലാം വളരെ കറക്റ്റാണ്, നമ്മുടെ അഭിപ്രായം തന്നെയാണ്, അവരും അതിൻ്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് പറയുന്നത്. അപ്പോൾ പറഞ്ഞ ജാസ്മിൻ, അപ്പോൾ ഈ ജാസ്മിൻ ഇത്രയും കളി പഠിച്ചേച്ച് പോയിട്ടല്ലേ അവിടെ പോയി ചെയ്ത്. അപ്പം ആര് ട്രെയിനിങ് കൊടുത്താലും ആരെന്ത് പറഞ്ഞു കൊടുത്താലും ഒരു കാര്യമില്ല ബിഗ് ബോസിനുള്ളിൽ പോകുമ്പോൾ. പക്ഷേ ജിൻഡോ ഒരു നാട്ടിൻപുറത്തുകാരൻ, നന്മകളാൽ സമൃദ്ധം നമ്മൾ പറയുന്ന ആ നന്മകളാൽ ഉള്ള മനുഷ്യൻ തന്നെയാണ് ഈ മനുഷ്യൻ, ആ കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഏതായാലും ഈ കാലം മറുപടി കൊടുക്കും, അല്ലെ കർമ്മ എന്നൊക്കെ പറയുന്നത്, ഒത്തിരിയും കാലമൊന്നും വേണ്ടി വന്നില്ല. ജിൻഡോയെ എടുത്തിട്ട് ആക്ഷേപിച്ച് കളിയാക്കി നടന്നിരുന്ന ഹൗസിനുള്ളിലുള്ളവർക്ക് എന്തൊക്കെയോ ഇങ്ങനെ മണ്ടനാണെന്ന് കാണിച്ചാൽ മണ്ടനൊന്നും അല്ല, ഭയങ്കര ബുദ്ധിമാനാണ്, മണ്ടനായിട്ട് അഭിനയിക്കുന്നതായിരിക്കും, പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുള്ള അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ടോട്ടലി തോന്നുന്നത് ഒരു പക്ഷേ ജനങ്ങൾ ചിന്തിച്ച പോലെയും നിഷ്കു എന്ന് പറഞ്ഞിരിക്കുമെങ്കിലും ടോട്ടലി ചിലപ്പം ദിവസങ്ങളോളം അവിടെ നിന്ന് പോകാനോ കപ്പടിക്കാനോ ഒക്കെ ചാൻസ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇങ്ങനെ അവോയ്ഡ് ചെയ്ത് വിടേണ്ട ഒരു വ്യക്തിയല്ല മല്ലയ്യ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.